മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മാറ്റിവെച്ച ശസ്ത്രക്രിയകൾ തുടങ്ങി. ലത്തോ ക്ലാസ്റ്റ് പ്രോബ് ഉപകരണങ്ങൾ ആശുപത്രിയിൽ എത്തിച്ചതിന് പിന്നാലെയാണ് ശസ്ത്രക്രിയകൾ പുനരാരംഭിച്ചത്. ഹൈദരാബാദിൽ നിന്ന് വിമാനമാർഗം ഇന്ന് രാവിലെയാണ് ഉപകരണങ്ങൾ എത്തിയത്. എന്തായാലും ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ മാറ്റങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ് തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ഡോക്ടർ ഹാരിസ് വളരെ ഗുരുതരമായ ആക്ഷേപങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉപകരണക്ഷാമം അതിരൂക്ഷമായി തുടരുന്നുവെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെ ആരോഗ്യ വകുപ്പിന് ഈ വിഷയത്തിൽ ഇടപെടേണ്ടി വന്നു. ആരോഗ്യമന്ത്രി ഡോക്ടർ പറഞ്ഞതെല്ലാം ശരിയാണ് എന്ന പ്രതികരണവുമായിട്ടാണ് രംഗത്ത് എത്തിയിരുന്നത്. ഇതിന് പിന്നാലെ ആയിരിക്കണം മെഡിക്കൽ കോളേജിലെ മാറ്റിവെച്ച ശസ്ത്രക്രിയകൾ തുടങ്ങിയെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുന്നത്. ലത്തോ ക്ലാസ്റ്റ് പ്രോബ് ഉപകരണങ്ങൾ ആശുപത്രിയിൽ എത്തിച്ചതിന് പിന്നാലെയാണ് ശസ്ത്രക്രിയകൾ പുനരാരംഭിച്ചത്. ഉപകരണക്ഷാമം എന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യമായിരുന്നില്ല. ഒന്നോ രണ്ടോ കാര്യങ്ങളിൽ മാത്രമല്ല ഇത്തരത്തിലൊരു സംഭവം ഉള്ളത്. ഇത് വലിയ രീതിയിലുള്ള അനാസ്ഥ വരുത്തിവെക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഗുരുതരമായ സംഭവങ്ങൾ വരുത്തിവെക്കുന്നുണ്ട് എന്ന് ഡോക്ടർ ഹാരിസ് പറഞ്ഞിരുന്നു. ഹൈദരാബാദിൽ നിന്ന് വിമാനമാർഗമാണ് ഇന്ന് രാവിലെയോടുകൂടി ഉപകരണങ്ങൾ എത്തിച്ചത്. എന്തായാലും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമടം നമുക്കൊപ്പം ചേരും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മാറ്റിവെച്ച ശസ്ത്രക്രിയകൾ തുടങ്ങിയെന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്ത് വരുന്നത്. ലത്തോ ക്ലാസ്റ്റ് പ്രോബ് ഉപകരണങ്ങളാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ഇതിന് പിന്നാലെയാണ് മുടങ്ങിയിരുന്ന ശസ്ത്രക്രിയകൾ പുനരാരംഭിച്ചത്. ഹൈദരാബാദിൽ നിന്ന് വിമാനമാർഗം ഇന്ന് രാവിലെയാണ് ഉപകരണങ്ങൾ എത്തിച്ചത്. ഇതോടുകൂടിയാണ് ശസ്ത്രക്രിയകൾ പുനരാരംഭിക്കാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തൽ ഗുണം ചെയ്തു എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. എന്തായാലും ആശുപത്രിയിലെ ഉപകരണക്ഷാമവുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള പ്രതികരണങ്ങൾ വന്നിരുന്നു. ഇപ്പോൾ ഒരു ഡോക്ടർ മാധ്യമങ്ങളെ കാണുകയാണ് ആ പ്രതികരണങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അത് ആകർഷകമാക്കാനായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. സ്റ്റാഫ് ഡെഫിഷ്യൻസി നമ്മുടെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും നമുക്കറിയാം. എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് ഇപ്പോൾ തുടങ്ങുന്നുണ്ട്. അത് നല്ലതാണ്. പക്ഷേ ആവശ്യത്തിനുള്ള സ്റ്റാഫും ഭൗതിക സാഹചര്യങ്ങളും എല്ലാ കോളേജുകളിലും ഉറപ്പുവരുത്തണം. അപ്പോൾ എക്സിസ്റ്റിംഗ് മെഡിക്കൽ കോളേജിൽ എന്താണ് ഡെഫിഷ്യൻസി? രോഗി ബാഹുല്യം വളരെ കൂടുതലാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നമ്മൾ നേരത്തെ ഇവിടെ പറയുകയുണ്ടായി, ഏകദേശം 4000-ഓളം ബെഡുകളുണ്ട്. 1000 ബെഡിനുള്ള മിനിമം ക്രൈറ്റീരിയ ആണ് NMC പറയുന്നത്. അതായത് 250 സ്റ്റുഡൻസിന് 1000 ബെഡ് മതി. അപ്പോൾ അതിനുള്ള ക്രൈറ്റീരിയ എത്ര ഡോക്ടർമാരാണെന്നുള്ള പറയുന്നത്. അതിന് എബവ് ആയിട്ടുള്ള, അതിൽ കൂടുതലുള്ള സർവീസുകൾ കൊടുക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഡോക്ടർമാരുടെയും ബാക്കി സ്റ്റാഫുകളുടെയും പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്ത് കൂടുതൽ ആൾക്കാരെ എടുക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അതെ 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 നമ്മളിത് എല്ലാ വർഷവും നമ്മൾ പോകുന്നുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ ഞാൻ പറഞ്ഞു, അതായത് മെഡിക്കൽ കോളേജ് കോന്നി ഇടുക്കി മെഡിക്കൽ കോളേജുകളുടെ അംഗീകാരത്തിൻ്റെ പ്രശ്നം വന്നപ്പോൾ ഇതേ പ്രശ്നം ഞങ്ങൾ പറഞ്ഞു, നമ്മൾ റീഡിപ്ലോയ് ചെയ്താൽ ഇനി ഞങ്ങൾ പോവില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അന്ന് ക്യാബിനറ്റ് ഡിസിഷനായിട്ട് തന്നെയാണ് അതിനുള്ള മിനിമം പോസ്റ്റുകൾ അന്ന് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. എന്നിരുന്നാലും അതൊരു രോഗി പരിചരണത്തിന് അനുസൃതമായിട്ടുള്ള നമ്പർ ഇല്ല പോസ്റ്റുകളുടെ. പിന്നെ ഇങ്ങനെയുള്ള റിമോട്ട് മെഡിക്കൽ കോളേജുകളിൽ SRമാരെ പോസ്റ്റ് ചെയ്താലും പലരും പോകണമെന്നില്ല. കാരണം അവർക്ക് അവിടെ പോയി സർവീസ് ചെയ്യേണ്ട അത്യാവശ്യം അവിടെ വരുന്നില്ല. അവർ വേറെ ജോലികൾക്ക് പോകും. ഇപ്പോൾ ഈ വർഷത്തെ പ്രധാന പ്രശ്നം വയനാട്, കാസർഗോഡ് മെഡിക്കൽ കോളേജുകളിൽ ഇപ്പോൾ NMC ഇന്ന് കാസർഗോഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇൻസ്പെക്ഷൻ നടക്കുകയാണ്. ഇപ്പം വയനാടേക്ക് 22 ഡോക്ടർമാരെയും കാസർഗോഡേക്ക് ഏകദേശം 40ഓളം ഡോക്ടർമാരെയുമാണ് പല മെഡിക്കൽ കോളേജുകളിൽ നിന്നായി അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനുള്ള പോസ്റ്റ് ക്രിയേഷനും കഴിഞ്ഞ വർഷം തൊട്ടേ നമ്മളും പ്രവർത്തനം തുടങ്ങിയിരുന്നു. ഗവൺമെൻറ്റിൽ അതിൻ്റെ പ്രപ്പോസൽ ഇപ്പോൾ ഉണ്ട്. അത് സർക്കാരിൻ്റെ പരിഗണനയിലാണ്. അതും എത്രയും പെട്ടെന്ന് ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒരു തീരുമാനമാകണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു ഡിമാൻഡാണ്.
അല്ല, ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, കാരണം ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് ഒരു സിസ്റ്റത്തിൽ നിൽക്കുമ്പോൾ കുറേ കഴിയുമ്പോൾ ആൾക്കാർക്ക് മടുപ്പ് വരും. അങ്ങനെ നേരത്തെ ഉള്ളവർ പലരും നടക്കുമ്പോൾ നടക്കട്ടെ എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ പോകേണ്ടി വരുന്നവരുണ്ടാവാം. അതുപോലെ തന്നെ നമ്മൾ മുകളിലേക്ക് സമയാസമയത്ത് തന്നെ എഴുതി അറിയിക്കാറുണ്ട്. പക്ഷേ ഇത് പുറകെ നടന്ന് ഓരോ ഫയലും എവിടെ ഇരിക്കുന്നു, എങ്ങനെയാണ് പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസം ഫോളോ അപ്പ് ചെയ്യാൻ ഒരു HODക്ക് സമയം കിട്ടിയെന്നിരിക്കില്ല. അപ്പോൾ അതിന് സിസ്റ്റം ഇമ്പ്രൂവ് ചെയ്താൽ മാത്രമേ, ഓഫീസ് സിസ്റ്റം ഇമ്പ്രൂവ് ചെയ്താൽ മാത്രമേ ഈ പ്രൊക്യൂർമെൻറ്റും മെയിൻ്റനൻസും ഒക്കെ നടക്കുകയുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഫണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഫയല് DME ഓഫീസിലോ അല്ലെങ്കിൽ സൂപ്രണ്ടിനോ കൊടുത്തു കഴിഞ്ഞാൽ അത് ഫയൽ നീക്കം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഡോക്ടറിൻ്റെ HOD ഉത്തരവാദിത്തമാണ്. അത് അദ്ദേഹം ചെയ്തിട്ടില്ല. അതല്ലാതെ അദ്ദേഹം തിരുവനന്തപുരം യൂറോളജി ഭാഗത്തിൻ്റെ സംഘടനയുടെ തലത്തിൽ നിന്ന ആളാണ്. അങ്ങനത്തെ ക്രൈസിസ് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഇത് പുറത്തുനിന്ന് കിട്ടാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോലും അദ്ദേഹം ശ്രമിച്ചില്ല. ഇപ്പോൾ എഴുതിയിട്ടത് സർവീസ് സപ്ലൈകളാണ്. അല്ല, പുറത്തുനിന്ന് കിട്ടാൻ സാധ്യതയുണ്ടായെന്ന് വെച്ചാൽ ഒരു ഡോക്ടറുടെ ഉത്തരവാദിത്വം അല്ല അത്. ജനങ്ങൾക്ക് സർവീസ് നടപടി ഉണ്ടാവും. അത് ഞങ്ങൾ നേരത്തെ വ്യക്തമാക്കിയല്ലോ. അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാവുകയാണെങ്കിൽ, ഇപ്പോൾ പറഞ്ഞല്ലോ, നമ്മുടെ ചട്ടങ്ങൾക്കനുസരിച്ചാണ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ലേ? ഒരു മെഡിക്കൽ സർവീസ് കൊടുക്കുന്നതിൽ ഫാസ്റ്റ് ട്രാക്ക് ചെയ്യണം, കാര്യങ്ങൾ പെട്ടെന്ന് നടക്കണം. അതിനുള്ള സിസ്റ്റമാണ് വരേണ്ടത്. അപ്പോൾ അദ്ദേഹം അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് സിസ്റ്റം ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു കാര്യമായിട്ട് അത് കണക്കിലെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ സ്ട്രോങ് ആയി രംഗത്തിറങ്ങുന്നതായിരിക്കും. അതെ 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 വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KGM-CTA നീയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ പ്രതിഷേധം നടക്കുകയാണ്. സർക്കാർ മുഴുവൻ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയപ്പോൾ മെഡിക്കൽ കോളേജ് അധ്യാപകരുടെ ശമ്പളം നടപ്പിലാക്കിയില്ല. എന്തെങ്കിലും വരുമ്പോൾ സിസ്റ്റത്തെയാണ് പഠിക്കേണ്ടത്, അല്ലാതെ ഡോക്ടർമാരെ അല്ല എന്നുള്ള രീതിയിലുള്ള പ്രതികരണം തന്നെയാണ് ഡോക്ടർ T. റോസ്നാരോ ബീഗം നടത്തിയിരിക്കുന്നത്. കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ പ്രതിനിധിയാണ് ഡോക്ടർ T. റോസ്നാരോ ബീഗം. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി അഖിൽ പാലോട്ടുമടമാണ് നമുക്കൊപ്പമുള്ളത്. അഖിൽ, എന്തായാലും ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലിൽ ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുകയാണ്. എന്തായാലും മുടങ്ങിയ ശസ്ത്രക്രിയകൾ പുനരാരംഭിച്ചു എന്നുള്ള വാർത്തകളാണ് ഈ മണിക്കൂറിൽ പുറത്ത് വരുന്നത്. ഒപ്പമാണ് ഈ ഡോക്ടർമാരുടെ പ്രതിഷേധം കൂടി നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. രോഗികളുടെ ബാഹുല്യത്തിനനുസരിച്ചുള്ള ഡോക്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കണം. എല്ലാ മെഡിക്കൽ ജില്ലകളിലും മെഡിക്കൽ കോളേജ് നല്ലതാണ്, എന്നാൽ അവിടെ ആവശ്യമായ സൗകര്യങ്ങളും ഒരുക്കണമെന്ന കാര്യമാണ് KGM-CTA ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം തന്നെ സർക്കാർ മുഴുവൻ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയപ്പോൾ മെഡിക്കൽ കോളേജ് അധ്യാപകരുടെ ശമ്പളം നടപ്പിലാക്കിയില്ല എന്ന കാര്യം കൂടി പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കേരളത്തിലെ വിവിധ മെഡിക്കൽ കോളേജുകളിൽ ആവശ്യത്തിനുള്ള അധ്യാപകരില്ല. സമയബന്ധിതമായി നിയമനങ്ങൾ നടപ്പിലാക്കേണ്ടതാണ്. അധിക സമയമാണ് നിലവിൽ ഡോക്ടർമാർ ഡ്യൂട്ടി ചെയ്യുന്നത് പോലും. എന്നിട്ടും ഡോക്ടർമാർ പലപ്പോഴും പഴി കേൾക്കേണ്ട സാഹചര്യമാണ് എന്ന് തന്നെയാണ് KGM-CTA ചൂണ്ടിക്കാട്ടുന്നത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമടമാണ് നമുക്കൊപ്പം ചേരുന്നത്. അഖില്, ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തൽ എന്തായാലും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ. രാഹി, സംസ്ഥാനത്ത് മെഡിക്കൽ കോളേജുകളിൽ ഡോക്ടർമാർക്ക് രോഗികൾക്ക് അനുപാതമായിട്ടല്ല ഡോക്ടർമാരുള്ളതെന്നും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിൽ അധ്യാപകരുടെ എണ്ണത്തിലും വലിയ കുറവുണ്ട് എന്നാണ് ഇപ്പോൾ സമരം ചെയ്ത ഡോക്ടർമാരുടെ അധ്യാപക സംഘടനയുടെ പ്രതിഷേധത്തിൽ പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. അതിനോടൊപ്പമാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉയർത്തിയ ചില ആരോപണങ്ങളുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂറോളജിക്ക് വിഭാഗത്തിലടക്കം ശസ്ത്രക്രിയ മുടങ്ങിയ സാഹചര്യമുണ്ട്. ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപകരണങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും കേരളത്തിലെ ഒട്ടുമിക്ക മെഡിക്കൽ കോളേജിലും ഇല്ലാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ് പോസ്റ്റ് ഉണ്ടാകുന്നത്. അതിനു പിന്നാലെ തന്നെ സർക്കാർ ഒരു 4-അംഗ സമിതിയെ അന്വേഷണത്തിനു വേണ്ടി തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ അന്വേഷണം നടത്തുന്നു. അതിനു പിന്നാലെ ഡോക്ടർ നൽകിയ മൊഴിക്കെതിരെ പിന്നാലെ ഇപ്പോൾ ഏറ്റവും പുതിയൊരു വിവരം നമുക്ക് അറിയുന്നതിനനുസരിച്ചാണെങ്കിൽ ഡോക്ടർക്കെതിരെ ഒരു അച്ചടക്ക നടപടി എടുക്കാൻ തന്നെ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു. പക്ഷേ അങ്ങനെ ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ സംഘടന ഒന്നടങ്കം ഹാരിസ് ഡോക്ടർക്കൊപ്പം ഉണ്ടാകുമെന്ന് തന്നെയാണ്
തന്നെയാണ് ഇപ്പോൾ സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷ ഇപ്പോൾ നമ്മളോട് സൂചിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും സംസ്ഥാനത്തെ ഡോക്ടർമാർ വീണ്ടും ഒരു സമരത്തിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനോടൊപ്പം തന്നെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മാറ്റിവെച്ച ശസ്ത്രക്രിയകൾ ഇന്നു മുതൽ പുനരാരംഭിക്കാൻ വേണ്ടി തീരുമാനമെടുത്തിരിക്കുകയാണ്. ഹൈദരാബാദിൽ നിന്നും വിമാനമാർഗം രാവിലെ എത്തിച്ച ഉപകരണങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ ഈ ശസ്ത്രക്രിയ പുനരാരംഭിക്കാനുള്ള ഒരു തീരുമാനം മെഡിക്കൽ കോളേജ് എടുത്തിരിക്കുന്നത്. ലെത്യോ ക്ലാസ് ഉപകരണമാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ന്യൂറോളജി വിഭാഗത്തിൽ അടക്കമുള്ള ശസ്ത്രക്രിയകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മുടങ്ങിയിരുന്നത്. ഈ സാഹചര്യം കൂടി മുൻനിർത്തിയാണ് ഇപ്പോൾ സംസ്ഥാന ഡോക്ടർമാരുടെ അല്ലെങ്കിൽ സംസ്ഥാനത്ത് മെഡിക്കൽ കോളേജുകൾ മുമ്പിൽ ഇന്ന് ജൂലൈ 1 ഡോക്ടർ ദിനമാണ്. ആ ഡോക്ടർ ദിനത്തിൽ തന്നെ ഈ സമരവുമായി ഡോക്ടർമാർ രംഗത്തെത്തുക എന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നത്. എന്തായാലും ഹാരിസ് ഡോക്ടർ ഉയർത്തിയ ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിൽ, ഹാരിസ് ഡോക്ടർ ഉയർത്തിയ ആരോപണങ്ങൾ അതിനെ പിന്തുണയ്ക്കുന്ന തരത്തിൽ സർക്കാർ സംവിധാനങ്ങൾ അഭ്യാക്തത അല്ലെങ്കിൽ സർക്കാർ ഉയർത്തിയ വാദങ്ങളെല്ലാം, ആരോഗ്യവകുപ്പ് PR വർക്ക് വഴി ഉയർത്തിയ ആരോപണങ്ങളെല്ലാം തന്നെ കള്ളമാണ് എന്നുള്ള തരത്തിൽ ഒരു വ്യാപകമായിട്ടുള്ള ഒരു ആരോപണം ഉയരുകയാണ്. ആ തരത്തിലാണ് നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിക്കുന്നത്. എന്തായാലും അധ്യാപക സംഘടന ഉയർത്തിയ ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളോട് ഒരു ഡോക്ടർമാർ പ്രതികരിക്കുന്നതിൽ ഒരു മടി കാട്ടുന്നത്, ചുമതലയുള്ള ഡോക്ടർമാർക്ക് അപ്പുറത്ത് ആരെങ്കിലും പ്രതികരിച്ചാൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട്. കാരണം അതാണ് ഹാരിസ് ഡോക്ടർ നവമാധ്യമത്തിലടക്കം ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വിവിധ വകുപ്പുകളിൽ നടക്കുന്ന ശസ്ത്രക്രിയയുടെ വൈകാനുള്ള കാരണം, ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇല്ലാത്തതിൻ്റെ കാരണം, ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇല്ലാത്തത് കൊണ്ട് സിസ്റ്റം മുഴങ്ങുന്നതിനുള്ള കാരണങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നത്. നമ്മളോടൊപ്പം ഇത് സീനിയർ ഡോക്ടർ ചേരുന്നുണ്ട്. സാർ, ഇപ്പോൾ ഈ മുടങ്ങിയ ശസ്ത്രക്രിയകൾ ഇന്ന് ആരംഭിക്കാൻ വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ട്. ഹൈദരാബാദിൽ നിന്നാണ് ഉപകരണങ്ങൾ എത്തിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ നവമാധ്യമത്തിൽ പ്രതികരണം നടത്തിയ ഹാരിസ് ഡോക്ടർക്കെതിരെ വകുപ്പ് തല നടപടിയെടുക്കാനാണ് ഈ ആരോഗ്യവകുപ്പ് തീരുമാനമെടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് ഇതിൽ പ്രതികരിക്കുന്നത്? അല്ല, ഡോക്ടർ ഹാരിസ് പറഞ്ഞത് സത്യം പറഞ്ഞാൽ പല നമ്മുടെ പ്രതിനിധീകരിച്ച് പറഞ്ഞതേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞ അതിനെ തന്നെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പല രീതിയിൽ ശ്രമിച്ചിട്ട് നടക്കാത്തതുകൊണ്ടാണ് അദ്ദേഹം നവമാധ്യമത്തിൽ വന്ന് പ്രതികരിച്ചതും. മാത്രമല്ല, ബഹുമാനപ്പെട്ട മന്ത്രി അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാഡം തന്നെ പറഞ്ഞത് അദ്ദേഹം വളരെ ആത്മാർത്ഥത ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ച സിസ്റ്റം ഫെയിലുമാണ്. അതാണ് ഞങ്ങൾ ഇവിടെ നിന്നും പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ KGMCT ഒറ്റക്കെട്ടായിട്ട് ഡോക്ടർ ഹാരിസിൻ്റെ കൂടെ കാണും. അദ്ദേഹത്തെ ഞങ്ങൾ ഏത് രീതിയിലും സംരക്ഷിച്ചു. ആരോഗ്യമന്ത്രി ആവർത്തിച്ചു പറയുന്നുണ്ട് അദ്ദേഹം നല്ല മികച്ച ഡോക്ടറാണ് എന്ന് പറയുമ്പോഴും വകുപ്പ് തലത്തിൽ നടത്തേണ്ട നടപടിക്രമങ്ങളെല്ലാം തുടർന്ന് തന്നെയാണ് പോകുന്നത്. അല്ല, അത് നമുക്ക് നോക്കാം. കാര്യം വകുപ്പ് തന്നെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു എൻക്വയറി വരും നാച്ചുറലായിട്ട്. അപ്പോൾ നാച്ചുറലായിട്ട് എൻക്വയറി വരുമ്പോഴത്തേക്ക് ഡോക്ടർ ഹാരിസ് അതിന് മറുപടി കൊടുക്കും. തീർച്ചയായും KGMCT അതിനോട് പ്രതികരിക്കും. കാരണം ഞങ്ങളെ ക്ഷണിക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇല്ലെങ്കിൽ ഞങ്ങളെ ഡീറ്റെയിൽ റെപ്രസെൻറ്റ് ഞങ്ങൾ റെഡിയാക്കുന്നുണ്ട്. ഇവിടുത്തെ മാത്രം പ്രശ്നം വെച്ചല്ല, കേരളത്തിൽ അങ്ങോളമുള്ള എല്ലാ 13 മെഡിക്കൽ കോളേജിലെയും പ്രശ്നങ്ങൾ കാണിച്ചിട്ട് ഞങ്ങളൊരു ഡീറ്റെയിൽഡ് പ്രൊപ്പോസൽ റെഡിയാക്കുന്നുണ്ട്. അത് ഞങ്ങൾ കൊടുക്കുന്നതായിരിക്കും. ഈ സംസ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ ലോകമെമ്പാടും നിന്ന് ഡോക്ടർ ദിനം ആചരിക്കുന്ന ദിവസം തന്നെ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജിൽ ആവശ്യമായ അധ്യാപകരില്ല, ആവശ്യമായ സജ്ജീകരണങ്ങളില്ല എന്ന് പറഞ്ഞ് സമരത്തിനിറങ്ങേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇത് കേരളത്തിലെ സർക്കാർ മുഖവിലക്കെടുക്കും എന്ന് കരുതുന്നുണ്ടോ നിങ്ങൾ സംഘടന? അല്ല, ഞങ്ങൾ ഈ സംവിധാനങ്ങൾ എന്ന് വെച്ചാൽ ശസ്ത്രക്രിയ മാത്രമല്ല ഞങ്ങൾ പറഞ്ഞത്. അത് അങ്ങനെ പറയല്ലേ. കാരണം ഞങ്ങളിത് പണ്ടേ പറഞ്ഞാണ് ജോലി ആകുന്നത്. കാരണം ഇത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഡോക്ടർ ഹാരിസിൻ്റെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആക്സിഡൻ്റായിട്ട് രണ്ടുകൂടെ ഒന്നിച്ച് വന്നേ ഉള്ളൂ. അത് ഞങ്ങൾ അങ്ങനെ എടുക്കല്ലേ. കാര്യം ഞങ്ങൾ പണ്ടേ പറഞ്ഞതാണ് ജോലി ഒന്നുമില്ല, ഞങ്ങൾ പ്രതിഷേധം നടത്തും, പ്രൊട്ടസ്റ്റ് നടത്തുമെന്നുള്ളത്. അതിൻ്റെ ഭാഗം ഞങ്ങൾ ചേർന്നത്. മാത്രമല്ല, ഞങ്ങൾ 100,000 പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ സാലറി അരിയേഴ്സ്, ഞങ്ങളുടെ എൻട്രി കേഡറിലുള്ള അനോമലി, ഇപ്പം കയറുന്നവർക്ക് നേരത്തെ ഉള്ളതിനേക്കാൾ ഏകദേശം 30,000 രൂപ കുറവ്, പിന്നെ അഡീഷണൽ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, പിന്നെ ജനറൽ ട്രാൻസ്ഫർ നല്ലതായിട്ട് നടക്കുന്നില്ല, നിന്ന നിപ്പിൽ ഇവിടെ നിന്നും മറ്റുള്ള മെഡിക്കൽ കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിച്ച് ഞങ്ങൾ സമരം ചെയ്യുന്നത്. അതിനെ ഇങ്ങനെ ഒരു രീതിയിൽ മാറ്റുന്നത് ശരിയായ നടപടിയല്ല എന്നോട് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ അങ്ങനെയല്ല ചോദിച്ചത്. ഇപ്പോൾ നിങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളുണ്ട്. നിങ്ങളുടെ സാലറി ഹൈക്കുണ്ട് 2006-ലെയും 2016-ലെയും ഇനിയിപ്പോൾ 2026 ഇങ്ങനെ 10 വർഷം കൂടുമ്പോഴാണ് ഡോക്ടർമാരുടെ ശമ്പളത്തിൽ പരിഷ്കരണം ഉണ്ടാകുന്നത്. മറ്റു ജുഡീഷ്യറിയുടെയും നിയമവകുപ്പിലും ഒക്കെ ജോലി ചെയ്യുന്നവരുടെ ശമ്പളത്തിൽ പരിഷ്കരണം ഉണ്ടാകുമ്പോഴും നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു സർക്കാർ. പക്ഷേ നിങ്ങൾ ബാക്കി കാര്യങ്ങളിലെല്ലാം തന്നെ വലിയ ചേർത്തുപിടിക്കലാണ് നടത്തുന്നത്, വലിയ കരുതൽ നടത്തുന്നുണ്ട്. പക്ഷേ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിൽ ഒരു വൈരുദ്ധ്യമുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, തീർച്ചയായും ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ സമരത്തിൽ ഇറങ്ങുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നമ്മൾ ആരെങ്കിലും വെറുതെ സമരത്തിൽ ഇറങ്ങുമെന്നുള്ളത്? ഞങ്ങളും പറഞ്ഞു മടുത്ത് 4-5 വർഷം ഞങ്ങൾ ശ്രമിച്ചിട്ട് നടക്കാത്തതുകൊണ്ടാണ് ഞങ്ങൾ പണ്ടേ പറഞ്ഞത് ഞങ്ങൾ ജോലി ഒന്ന് പ്രൊട്ടസ്റ്റ് നടത്തും. അത് മാത്രമല്ല, ഇത്
സർക്കാർ നമ്മളെ സഹായിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ വീണ്ടും പുതിയ സമരം മുറങ്ങോട്ട് മുമ്പോട്ട് പോകേണ്ടി വരും എന്നുള്ളത് ഞങ്ങളുടെ ഗതികേട് കൊണ്ടാണ് പറഞ്ഞത്. ഇപ്പോൾ ഡോക്ടർ സൂചിപ്പിച്ചത് പറഞ്ഞാൽ ഇവിടെ സമരത്തിന് വന്നതിൽ ഏറ്റവും മുതിർന്ന ഡോക്ടർമാരിൽ ഒരാളാണ് നമ്മളോട് ഇപ്പോൾ സംസാരിച്ചത്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധങ്ങളായ ആവശ്യങ്ങൾ ഈ KGMO മുന്നോട്ട് വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഹാരിസ് ഡോക്ടർ നവമാധ്യമത്തിൽ ഉന്നയിച്ച ആരോപണങ്ങളുമുണ്ട്. ഇതിൽ സർക്കാർ എടുക്കുന്ന ഒരു ഇരട്ടത്തപ്പാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. കാരണം സർക്കാർ സംവിധാനത്തിൽ ആരോഗ്യവകുപ്പ് ഏറ്റവും മുൻപന്തിയിലാണ് എന്ന് ആവർത്തിച്ചു പറയുമ്പോഴാണ് നമ്മൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അടക്കം കേരളത്തിലെ പല മെഡിക്കൽ കോളേജുകളിലും ജനറൽ ആശുപത്രികളിലും താലൂക്ക് ആശുപത്രികളിലും ഒക്കെ തന്നെ രോഗികൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ പലതവണ നമ്മൾ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിച്ചതാണ്. അത്തരത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ആതുര സേവന രംഗത്ത് ഏറ്റവും മികവ് പുലർത്തുന്ന, ആതുര സേവന രംഗത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഡോക്ടർ സംവിധാനത്തിൽ, അല്ലെങ്കിൽ രോഗിയും ഡോക്ടർ എന്ന് പറയുന്നത് ആത്മബന്ധമുള്ള ഒരു പ്രവൃത്തിയാണ്. അത്തരത്തിൽ നിൽക്കുന്ന ഒരു സംവിധാനമുള്ളിടത്ത് പോലും ആ ഡോക്ടർമാർ ഇങ്ങനെ സമരത്തിനായി ഇറങ്ങി വരേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നത് എന്നതാണ് നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയുന്നത്. എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം HOD ഉയർത്തിയ ആരോപണങ്ങൾ അത് സർക്കാരിനും ആരോഗ്യവകുപ്പിനും മേലുള്ള വലിയ ഒരു വിരൽ ചൂണ്ടലായി ഇപ്പോഴും നിലനിൽക്കുകയാണ്. രാഹി, അഖില, അതുപോലെ തന്നെ കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ പ്രതിനിധികളുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത് എന്തായാലും ഡോക്ടർ ഹാരിസിനെതിരെ അച്ചടക്ക നടപടിയെടുത്ത് ഒതുക്കാനാണ് എങ്കിൽ അവർ അദ്ദേഹത്തിന് പിന്നിൽ അണിനിരക്കും. കാരണം ഇന്നൊരു സമരം എന്ന് പറയുമ്പോൾ അതൊരു സൂചന മാത്രമാണ്. ഞങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ചതായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുമുണ്ടായിരുന്നു. അതായത് ഡോക്ടർ ഹാരിസ് ഒറ്റയ്ക്കല്ല എന്ന് ഒരിക്കൽ കൂടി നമ്മുടെ സംവിധാനങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം ഒരു കാര്യം കൂടി പറയുകയാണ്. ആരോഗ്യമന്ത്രി പറഞ്ഞ ഒരു പ്രതികരണമുണ്ട്. ഡോക്ടർ ഹാരിസ് സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ്, സത്യസന്ധനായ ഡോക്ടറാണ്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ് എന്ന് ആരോഗ്യമന്ത്രി ഇതിനോടകം തന്നെ പ്രതികരിച്ച കാര്യമാണ്. അപ്പോഴാണ് അച്ചടക്ക നടപടി എടുക്കുമെന്ന വിവരം കൂടി ഇതിനിടെ പുറത്തു വരുന്നത്, അല്ലേ? രാഹി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നതാണ് ഈ ഡോക്ടർമാരുടെ സമരം ഉണ്ടാകുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവരുടെ ശമ്പള പരിഷ്കരണം, അതുപോലെ തന്നെ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലെ അധ്യാപകരുടെ എണ്ണത്തിൽ കുറവ്, അതായത് രോഗികൾക്ക് ബാഹുല്യമായ രീതിയിൽ അധ്യാപകരില്ല അല്ലെങ്കിൽ ഡോക്ടർമാരില്ല എന്നുള്ളതാണ് അവർ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. അതുപോലെ തന്നെ ജൂനിയറായി അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് എത്തുന്ന ഡോക്ടർമാർക്ക് കിട്ടുന്ന അലവൻസിൻ്റെ കാര്യത്തിലുമൊക്കെയുള്ള കാര്യങ്ങളിലുള്ള അര്യാപ്തത ചൂണ്ടിക്കാട്ടിയാണ് ഡോക്ടർമാർ ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. അതിനോടൊപ്പമാണ് ഹാരിസ് ഡോക്ടർക്കെതിരെ ഒരു ഐക്യദാർഢ്യം കൂടി സംഘടന പ്രഖ്യാപിക്കുന്നത്. അതിൽ ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ഡോക്ടർ തന്നെ പറയുന്നുണ്ടായിരുന്നു, നേരത്തെ പ്രസംഗിച്ചപ്പോഴും ആവർത്തിച്ച് ആ ഡോക്ടർമാർ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. മെഡിക്കൽ കോളേജിലെ സിസ്റ്റം പോരെന്ന് പറയുമ്പോൾ ഡോക്ടർമാരെയാണ് കുറ്റപ്പെടുത്തുന്നത്. കാരണം അവരെ എന്തിനാണ് കുറ്റപ്പെടുത്തുന്നതാണ് അവർ ചോദിക്കുന്നത്. കാരണം ഇവിടെ നമ്മളിപ്പോൾ കാണുന്നത് പോലെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് BJPയുടെ അടക്കം സമരമുണ്ട്. BJPയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരമുണ്ട്. ആ സമരത്തെ തടയുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഈ പോലീസ് സംവിധാനമുണ്ട്. ആ പോലീസ് സന്നാഹത്തെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ രോഗികൾ പോകുന്നത്. ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ OP ഡിപ്പാർട്ട്മെന്റിലേക്ക് ആണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ നിരവധിയായ രോഗികൾ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ രോഗികളുടെ ബുദ്ധിമുട്ട് പറയുന്നത്, അത് കേൾക്കുന്നത് മന്ത്രിയല്ല, സർക്കാരല്ല, പക്ഷേ ആദ്യം കേൾക്കുന്നത് അത് ഡോക്ടർമാരാണ് എന്നുള്ള ബോധ്യം അവർക്കുള്ളത് കൊണ്ടാണ്. ഹാരിസ് ഡോക്ടറുടെ ആ പോസ്റ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ആ 16 വയസ്സായ കുട്ടി തൻ്റെ അരികിലേക്ക് ചികിത്സയ്ക്കായി എത്തുമ്പോൾ തനിക്ക് തൻ്റെ മകനെയാണ് ഓർമ്മ വന്നതെന്നാണ് ഹാരിസ് ഡോക്ടർ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതുന്നത്. അങ്ങനെ ഓരോ രോഗികളും എത്തുമ്പോൾ അവർ കുടുംബാംഗങ്ങളെ പോലെ കാണുന്നു എന്ന് തന്നെയാണ് ഈ സമരത്തിൽ അഭിസംബോധന ചെയ്ത് സംസാരിച്ച എല്ലാ ഡോക്ടർമാരും പറയുന്നത്. സിസ്റ്റം പോരെന്ന് പറയുമ്പോൾ ഡോക്ടർമാരെ കുറ്റം പറയുകയല്ല വേണ്ടത്, ആ സർക്കാർ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ തുടർ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ ഡോക്ടർമാരുടെ സംഘടന വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം മേധാവിയായിട്ടുള്ള ഹാരിസ് ഡോക്ടർ ഉയർത്തിയ ആരോപണങ്ങൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു തലവേദനയായി മാറുകയാണ്. അതിനോടൊപ്പം ഹാരിസ് ഡോക്ടർക്ക് ഏതെങ്കിലും തരത്തിലുള്ള നമ്പർ 1 എന്ന് നമ്മുടെ സർക്കാർ അവകാശപ്പെടുമ്പോഴാണ് എന്തായാലും അത്യാഹിതത്തിൽ തന്നെയാണ്, ചികിത്സ വേണ്ട രീതിയിലാണ് നമ്മുടെ ആരോഗ്യ കേരളത്തിന്റെ പോക്ക് എന്ന് തന്നെയാണ് തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. മെഡിക്കൽ കോളേജിലെ മാറ്റിവെച്ച ശസ്ത്രക്രിയകൾ എന്തായാലും പുനരാരംഭിച്ചു എന്നുള്ളത് ആശ്വാസകരമാണ്. ലത്തോക്ലാസ്റ്റ് പ്രോപ്പ് ഉപകരണങ്ങൾ ആശുപത്രിയിൽ എത്തിച്ചതിന് പിന്നാലെയാണ് ശസ്ത്രക്രിയകൾ പുനരാരംഭിച്ചത്. ഹൈദരാബാദിൽ നിന്ന് വിമാനമാർഗം ഇന്ന് രാവിലെയോടുകൂടി ഉപകരണങ്ങൾ എത്തിച്ചിട്ടുണ്ട്. അഖിൽ പാലോട്ടുമടമാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത്